നമസ്കാരം, ന്യൂസ് ഇന്ത്യയിലേക്ക് സ്വാഗതം. 30ാമത് ചലച്ചിത്രമേള. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. 26 വ്യത്യസ്ത വിഭാഗങ്ങളിലായി 82 രാജ്യങ്ങളിൽ നിന്നുള്ള 206 ചിത്രങ്ങളാണ് ഇത്തവണ മേളയുടെ ഭാഗമാകുന്നത്. ഡിസംബർ 12 മുതൽ 19 വരെയാണ് തലസ്ഥാന നഗരിയിൽ മേള നടക്കുന്നത്. പലസ്തീൻ ജനതയുടെ പ്രതിരോധത്തിന്റെയും ചരിത്രത്തിന്റെയും അടയാളപ്പെടുത്തലുകളുമായി ആൻമേരി ജാസിർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 മേളയുടെ ഉദ്ഘാടന ചിത്രം. 1936 പലസ്തീൻ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ ചരിത്ര സിനിമ ടോക്കിയോ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം നേടിയതാണ്. ഇത്തവണത്തെ ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം ആഫ്രിക്കൻ സിനിമയുടെ വക്താവും മൗറിത്താനിയൻ സംവിധായകനുമായ അബ്ദുറഹ്മാനെ സിസോക്കോയ്ക്ക് നൽകി ആദരിക്കും. ആഗോളവൽക്കരണം, പലായനം, സ്വത്വം എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ടിംബുക്തു, ബ്ലാക്ക് ടീ തുടങ്ങിയ ശ്രദ്ധേയമായ 5 ചിത്രങ്ങൾ ദ ഗ്ലോബൽ ഗ്രിയോട്ട് സിസാക്കോ സിനിമാറ്റിക് ജേർണി എന്ന പ്രത്യേക പാക്കേജിൽ പ്രദർശിപ്പിക്കും. ഈജിപ്ഷ്യൻ സിനിമയുടെ ഇതിഹാസമായ യൂസഫ് ഷഹീദിന്റെ ജന്മശതാബ്ദി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ വിഖ്യാത ചിത്രങ്ങളായ കെയ്റോ സ്റ്റേഷൻ, അലക്സാൻഡ്രിയ എഗെയിൻ ആൻഡ് ഫോറെവർ, ദി അതർ എന്നിവ ഉൾപ്പെടുത്തി ഒരു വിഭാഗം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ സമാന്തര സിനിമയിലെ പ്രമുഖനായ സയ്യിദ് മിർസയുടെ 3 ശ്രദ്ധേയമായ ചിത്രങ്ങളും മേളയുടെ മുഖ്യ ആകർഷകമാണ്. ഇന്തോനേഷ്യൻ സിനിമയുടെ ആധുനിക മുഖമായ ഗാരി നുഗ്രോയുടെ 5 ചിത്രങ്ങൾ കണ്ടംപററി ഫിലിം മേക്കർ ഇൻ ഫോക്കസ് വിഭാഗത്തിൽ പ്രദർശനത്തിനെത്തും. ലോകമെമ്പാടുമുള്ള 57 സിനിമകൾ ഉൾപ്പെടുന്ന ലോക സിനിമ വിഭാഗമാണ് പ്രേക്ഷകർക്ക് മുൻപിലുള്ള മറ്റൊരു പ്രധാന കാഴ്ചവിരുന്ന്. ചലച്ചിത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം വിളിച്ചോതി റെസ്റ്റോർഡ് ക്ലാസിക്കുകൾ എന്ന വിഭാഗത്തിൽ പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫിന്റെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാർലി ചാപ്ലിന്റെ ദ ഗോൾഡ് റഷ് എന്നിവയുടെ പുനരുദ്ധരിച്ച പതിപ്പുകൾ പ്രദർശിപ്പിക്കും. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത പാടാത്ത പൈങ്കിളി എന്ന ക്ലാസിക് മലയാള ചിത്രവും ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മികച്ച ചിത്രങ്ങൾ സുവർണ ചകോരം, രജത ചകോരം പുരസ്കാരങ്ങൾക്കായി മത്സരിക്കും. മലയാള സിനിമ ഇന്ന് എന്നീ വിഭാഗങ്ങൾ സമകാലിക സിനിമയുടെ പുതിയ പാഠങ്ങൾ സമ്മാനിക്കും. സന്തോഷ് ഐലൻഡ് എന്നിവ ഉൾപ്പെടെ ജൂറി അംഗങ്ങൾ സംവിധാനം ചെയ്ത 5 ചിത്രങ്ങൾ ജൂറി ഫിലിംസ് വിഭാഗത്തിൽ പ്രദർശിപ്പിക്കും. പ്രമുഖ ചലച്ചിത്ര പ്രവർത്തകർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്ന ഹോമേജ് വിഭാഗവും മേളയിലുണ്ട്. മൊത്തത്തിൽ 26 വിഭാഗങ്ങളിലായി 206 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഈ 30ാം എഡിഷൻ ചലച്ചിത്രമേളയുടെ പൂർണ്ണമായ ആത്മാവിനെ പ്രതിഫലിപ്പിച്ചുകൊണ്ട് ചലച്ചിത്ര വിദ്യാർത്ഥികൾക്കും ആസ്വാദകർക്കും ഒരുപോലെ ഉണർവ് നൽകുന്ന ആഘോഷമായി മാറുമെന്നതിൽ സംശയമില്ല. ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.